ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ റെസിപ്പി ആയിട്ടാണ്. ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടിയും പഴമൊക്കെ വെച്ചിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ആവിയിൽ കയറ്റിയിട്ട് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വിഭവം തയ്യാറാക്കാൻ പോകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. മാത്രമല്ല ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ. നമ്മളൊന്ന് വായിൽ വെക്കുമ്പോഴത്തേക്ക് അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള, കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും അവർ വീണ്ടും വീണ്ടും ചോദിക്കുന്ന തരത്തിലുള്ള ഒരു ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഇപ്പോൾ ചൂടാവണം. ചൂടായതിന് ശേഷം ഞാൻ ഇത്രയും വലിപ്പത്തിലുള്ള ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ശർക്കരയൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം ഉള്ള, ഇപ്പോൾ ഇത് ഞാനൊന്ന് പൊടിച്ചെടുത്ത് വന്നു കഴിഞ്ഞാൽ എനിക്കൊരു 1/4 കപ്പോളം ഉള്ള ശർക്കര കിട്ടും. അപ്പോൾ ആ ഒരു കണക്കിനാണ് ശർക്കര എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ശർക്കര ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ശർക്കര ഒന്ന് ഉരുക്കാൻ വേണ്ടുന്നുള്ള വെള്ളം, അപ്പോൾ ഞാനൊരു 1 കപ്പോളം ഉള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പം നമ്മളിന്ന് ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തീർത്തും ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ശർക്കര വേണ്ട, അതിന് പകരം പഞ്ചസാരയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പക്ഷെ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു കളറ് കിട്ടത്തില്ല കേട്ടോ. നമുക്ക് ശർക്കര ചേർക്കുന്നത് കൊണ്ടാണ് ഇതുപോലൊരു ബ്രൗൺ കളറായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇനി ഈ ഒരു ശർക്കരയ്ക്ക് ഞാൻ ഇത്രയും വലിപ്പത്തിലുള്ള 2 പഴമാണ് എടുത്തിരിക്കുന്നത്. നേന്ത്രപ്പഴമാണ് ഏറ്റവും നല്ലത്, ഏറ്റവും രുചി കൂടുതലും അത് തന്നെയാണ്. പക്ഷെ ഇന്നിപ്പോൾ ഇവിടെ റോബസ്റ്റ പഴം പോലത്തെ ഒരു പഴമാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് എനിക്ക്. അപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഒന്നും കഴിക്കാനും പ്രത്യേകിച്ചില്ല. അപ്പോൾ ഞാൻ ഓർത്ത് വന്ന് പെട്ടെന്ന് തന്നെ ഇതിന് വലിയ ചേരുവകളുടെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള എപ്പോഴും ഉണ്ടാവുന്ന സാധാ ചേരുവകൾ, ഗോതമ്പ് പൊടി, ശർക്കര, പഴം, ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് വേണ്ടിയത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം ഈ ശർക്കര ഒന്ന് നന്നായിട്ട് തന്നെ ഉരുക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇവിടെ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകിയൊക്കെ വന്നിട്ടുണ്ട്, നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ടൊന്ന് അരിച്ച് മാറ്റണം. കാരണം ശർക്കരയ്ക്ക് അകത്തൊക്കെ കല്ല്, മണ്ണ്, പൊടി ഒക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊരു അരിപ്പയിലൊന്ന് അരിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ശർക്കര പാനി എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നമുക്കിതൊന്ന് ആദ്യം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ വേണ്ടുന്ന ഫില്ലിങ് അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവം തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ആ പാൻ തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യുടെ ഫ്ലേവർ ഒത്തിരി ആവണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു ടീസ്പൂണോളം ഉള്ള നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നെയ്യൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കശുവണ്ടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കശുവണ്ടി, അതുപോലെ തന്നെ ബദാം, ഇതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഡ്രൈ നട്ട്സ് മാത്രമല്ല, നിങ്ങൾക്ക് ആ ഒരു ഉണക്കമുന്തിരിക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഉണക്കമുന്തിരി വലിയ പ്രിയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉണക്കമുന്തിരി ചേർക്കാത്തത്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇവിടെ കശുവണ്ടിയുടെ നിരക്ക് ഇങ്ങനെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കശുവണ്ടി ഞാനൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി അതേ പാത്രത്തിൽ തന്നെയാണ് ഞാനിനി 2 പഴം, നേരത്തെ കാണിച്ചിട്ടുള്ള 2 പഴം ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഈ നേന്ത്രപ്പഴമാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു വലിയ നേന്ത്രപ്പഴം എടുത്താൽ മതിയാവും. ഈ ഒരു അളവിന് കേട്ടോ, ഈ ഞാൻ നേരത്തെ എടുത്ത ശർക്കരയുടെ അളവിന് ഒരു നേന്ത്രപ്പഴം മതിയാവും. അപ്പോൾ ഇനി നമുക്ക് ഈ പഴം ഒത്തിരി അങ്ങ് കുഴച്ചെടുക്കേണ്ട കാര്യമില്ല. നമ്മൾ പല റെസിപ്പിക്കൊക്കെ കുഴച്ചാണ് എടുക്കാറ്. പക്ഷേ ഇന്ന് നമുക്ക് അത്യാവശ്യമൊക്കെ കടിക്കാൻ കിട്ടണം. ഇതൊരു അപ്പം പോലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ ഒരു അലുവൊക്കെ മുറിച്ച് കഴിക്കുന്നത് പോലെയാണ് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇച്ചിരി പഴമൊക്കെ കടിക്കാൻ കിട്ടുന്നതാണ് ഇതിനൊരു ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒത്തിരി കുഴച്ച് അങ്ങ് ഉടയ്ക്കുന്നില്ല. ജസ്റ്റ് ആ നെയ്യിലൊന്ന് വാട്ടിയെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനൊന്ന് നന്നായിട്ട് 1 മിനിറ്റോളം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 1/4 കപ്പോളം ഉള്ള തേങ്ങ ചെരുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ല നമുക്കിതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി അതല്ല, ചെരുകി തന്നെ ചേർക്കണം എന്നില്ല. നമുക്ക് ചെറിയ നമ്മൾ ഉണ്ണിയപ്പത്തിനൊക്കെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കത്തില്ലേ, അതേപോലെ നമുക്ക് നൈസായിട്ട് വളരെ തിന്നായിട്ട് അരിഞ്ഞതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. നമുക്ക് ആ പച്ചമണക്കൊന്ന് മാറണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഒത്തിരി ഡ്രൈ ആയ പോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1 മിനിറ്റും കൂടെ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 1 മിനിറ്റ് കഴിഞ്ഞു. കണ്ടോ, ഇത് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. നമുക്കിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന പരുവത്തിന് തന്നെയാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വയ്ക്കാം.
അപ്പോൾ ഒരു പഴം ഈ ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗോതമ്പിൻ്റെ മിക്സ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 കപ്പോളം ഉള്ള ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് എന്ന് പറയുന്നത് 200 ml മെഷർമെൻറ്റ് കപ്പിലുള്ള 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് നമുക്കിതാ ഈ ശർക്കര പാനി ഒഴിച്ച് നല്ലൊരു പേസ്റ്റ് പരുവത്തിനോളം നമുക്കിതൊന്ന് കൊണ്ടുവരണം. ഒത്തിരി അങ്ങ് വെള്ളം പോലെ അങ്ങ് കൊണ്ടുവരേണ്ട കാര്യമില്ല. നമ്മൾ ഇഡ്ഡലിക്കൊക്കെ ഇഡ്ഡലി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി അതിനകത്ത് ആ ഒരു രീതിയിൽ കൊണ്ടുവരാം. അപ്പോൾ അത് ആവശ്യത്തിനുള്ള ശർക്കര ഒഴിക്കുക. ഇനിയിപ്പോൾ ശർക്കര എനിക്കിപ്പോൾ ഇവിടെ കറക്റ്റായിരുന്നു ഞാൻ എടുത്തിരുന്ന ശർക്കര പാനി. ഇച്ചിരി ബാക്കി വന്നേ ഉള്ളൂ, അല്ലാതെ തികയാതെ വന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ തികയാതെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ആ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ വെള്ളം ചേർക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇത് നന്നായിട്ട് തന്നെ ഒരു കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഒന്ന് മൂപ്പിച്ച് അല്ലെങ്കിൽ നെയ്യിലൊക്കെ ഒന്ന് വഴറ്റി വെച്ചിട്ടുള്ള ആ ഒരു പഴത്തിൻ്റെയും തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കശുവണ്ടി ചേർത്ത് കൊടുക്കാം. കശുവണ്ടി നിങ്ങൾക്ക് മുഴുവനോടെ കൂടെ ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്നത് ഒരു 3-4 കശുവണ്ടി മുഴുവനോടെ കൂടെ വറുത്തതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് പറയാം. ബാക്കിയുള്ള കശുവണ്ടി നമുക്ക് ഇതുപോലെ ഒരു കത്തിയൊക്കെ എടുത്ത് കുഞ്ഞിതായിട്ട് ചേർക്കുന്നതാണ് നല്ലത്. നമ്മളിപ്പോൾ അലുവയ്ക്കൊക്കെ കഴിക്കുമ്പം നമുക്ക് എല്ലായിടത്തും കശുവണ്ടി കഴിക്കാൻ കിട്ടുന്നത് പോലെയല്ലേ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ടല്ല അരിഞ്ഞിടുന്നത്. അതേപോലെയാണ് ഞാനിന്നിപ്പോൾ ഇവിടെ അരിഞ്ഞിടുന്നത്. അപ്പോൾ ഞാൻ ആ കശുവണ്ടിയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചിരി അങ്ങ് കട്ടിയായിട്ട് വന്നു. കാരണം പഴവും കശുവണ്ടിയൊക്കെ നമ്മൾ കൂടുതൽ ആഡ് ചെയ്തതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ അല്പം കൂടെ ശർക്കരപ്പാനി ഇതിനകത്തോട്ട് ഒഴിച്ച് വീണ്ടും ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് കൊണ്ടുവരാം. ഇനി അടുത്തത് ഞാൻ ഇതിനകത്തോട്ട് ഒരു 2 ഏലക്കയുടെ കുരു ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് പൊടിച്ചിട്ടും ചേർക്കാം, അല്ലാതെ ഞാനിപ്പോൾ അല്ലാതെ ഒന്ന് കുരു ആയിട്ട് തന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതാണ് ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കേട്ടോ. നമുക്കിങ്ങനെ സ്പൂണിൽ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം പോലെ അങ്ങ് ഒത്തിരി ഊർന്ന് പോകരുത്, എന്നാൽ അത്യാവശ്യം ആ ഇഡ്ലി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവരിക. ഇനിയിപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്കിത് ഒഴിക്കാനായിട്ടുള്ളൊരു പാത്രം തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ചോറും പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഒരു കുഴിയുള്ള പാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കുഴിയായിട്ടൊക്കെ കിട്ടും, നല്ല തിക്കായിട്ട് കിട്ടും. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു ബട്ടർ പേപ്പറാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബട്ടർ പേപ്പർ തന്നെ വെച്ച് കൊടുക്കണമെന്നില്ല. ഇതിന് പകരം നിങ്ങൾക്ക് വാഴയില ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ നമുക്ക് വാഴയില വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ അതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പാത്രത്തിൽ നെയ്യ് അല്പം പുരട്ടി അങ്ങനെ തന്നെ ഒഴിച്ചാലും മതി. ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ളത്. ഇനി ബട്ടർ പേപ്പർ വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പറിൻ്റെ പുറത്ത് ഇതുപോലെ നമുക്ക് അല്പം നെയ്യൊന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ നെയ്യൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ നേരത്തെ ഒരു 5-6 കശുവണ്ടി മുഴുവനോട് കൂടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇതിൻ്റെ ഏറ്റവും അടിയിലൊന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ ചെയ്യണം എന്നൊന്നും ഒരു നിർബന്ധമില്ല, തികച്ച ഓപ്ഷണലാണ്. ഞാനിതിപ്പോൾ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മറിച്ചിട്ടാണെന്നുണ്ടെങ്കിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ട് വരാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പിൻ്റെ ആ മാവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ ഇങ്ങനെ ഒഴിച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കും വേണം, കാരണം ഇതിനകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. സ്റ്റീമറിൽ നിന്ന് ആ ഒരു ആവി വരാൻ തുടങ്ങുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഈ ഒരു പാത്രം വെക്കാവൂ കേട്ടോ. അതെന്തും നമ്മൾ ആവി കയറ്റാണെന്നുണ്ടെങ്കിലും, അല്ലാതെ വെള്ളം വെച്ച ഉടനെ തന്നെ നമ്മൾ ആ ഒരു പാത്രം വെക്കരുത്. അപ്പോൾ ആവിയൊക്കെ വരാൻ തുടങ്ങി. നമുക്കിതൊരു മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ്, അത് ഓരോ ഗ്യാസിൻ്റെ ഒക്കെ അനുസരിച്ച് അത് വ്യത്യാസം വരും. ഞാനിത് ഇടയ്ക്ക് ലോ ആക്കും, ഇടയ്ക്ക് മീഡിയം ആക്കും, അങ്ങനെയാണ്. അപ്പോൾ ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റിനകത്ത് നമുക്കിതൊന്ന് തയ്യാറായി കിട്ടും. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ അവിടെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു അപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുത്തി നോക്കുന്നുണ്ട്. അപ്പം നമുക്കത് നല്ല സ്മൂത്ത് ആയിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇത് ആയിന്നാണ് അർത്ഥം. ഞാൻ പുറമേയൊക്കെ ഇങ്ങനെ ഒന്ന് തൊട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഒട്ടും പശപ്പൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഞാൻ ആ പാത്രം എടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. നമുക്കൊന്നൊരു 5 മിനിറ്റോളം ഇതൊന്ന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ബട്ടർ പേപ്പറൊക്കെ വെച്ചതുകൊണ്ട് തന്നെ കണ്ടോ പെട്ടെന്ന് തന്നെ അത് വിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലുള്ളത് ആ ബട്ടർ പേപ്പറിൻ്റെ ഒരു ചുളുക്കാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ എന്തായാലും ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ഈസി ആയിട്ട് തന്നെ വേറൊരു പാത്രത്തിനകത്തോട്ട് ഒന്ന് മറിച്ചിടാം.
അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ചാനൽ നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്താണ്. ഒരു കുക്കിംഗ് ചാനൽ തന്നെയാണ്. നല്ല നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പീസാണ് ആ കുട്ടി ചെയ്യുന്നത്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഈ സ്റ്റേറ്റ് ഓഫ് ഫ്ലേവേഴ്സ് എന്നാണ് ആ ചാനലിൻ്റെ പേര്. നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള റെസിപ്പീസാണ് കുട്ടി ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന്, ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. ഇതാ നല്ല ആവി പറക്കുന്ന അപ്പം ഇവിടെ റെഡിയാണ്. അപ്പം നമ്മളിതൊരു നല്ലൊരു കുഴിയുള്ള പാത്രത്തിലൊക്കെ, വട്ടം കുറവും നല്ല കുഴിയുള്ള പാത്രത്തിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉള്ളൊക്കെ ഇങ്ങനെ എന്താ പറയുക, നല്ലൊരു കേക്കിൻ്റെ പോലെയൊക്കെ നമുക്ക് കിട്ടും. ആ ഒരു സൈസിലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഞാനതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല പഞ്ഞി പോലത്തെ അപ്പാണ്. കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് കൊടുക്കാം. കുഞ്ഞുങ്ങൾ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അപ്പാണ് ഇത്. ചിലപ്പോൾ മിക്കവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്തായാലും ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ്, നല്ല ഹെൽത്തിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.